ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുറവാണ്. നമ്മൾ ഈ 1000 സഭയെന്നൊക്കെ പറയുമ്പം പോലും അതിനകത്ത് ഒരു 30-40 അല്ലെ 50 കുടുംബങ്ങളുള്ളത് വളരെ കുറവായിരിക്കും. അവരുടെ മക്കളൊക്കെ വളരെ ഇടുങ്ങിയും ഞരങ്ങിയും ഈ കുറ്റപ്പെടുത്തൽ കേട്ടുമൊക്കെയാണ് വളരുക. അതുകൊണ്ട് അവരെ ഓർത്ത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണം സഭ. ഞാൻ വളരെ ഗൗരവമായി പറയുക, നിങ്ങളുടെ മക്കളെ ഓർക്കുമ്പോൾ പാസ്റ്ററുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത് ദൈവദാസന്മാരുടെ മക്കളുടെ നേരെ. എല്ലാവരും കര ഉയർത്തി നമുക്കറിയാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ഇവിടുത്തെ മക്കളെന്ത് ചെയ്യും? എഴുന്നേറ്റ് നിന്നേ, മോനും മോളും എഴുന്നേറ്റ് മുമ്പിലോട്ട് വന്നേ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഇവർ ഈ വെല്ലുവിളിക്ക് നിങ്ങളുടെ എല്ലാം ഭാരം ഏറ്റെടുക്കും. നിങ്ങളുടെ എല്ലാം ഭാരം ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇവിടെ മഴ വരും. ഞാനും ഒരു പാസ്റ്റർ മോനാ, അന്ന് ഇതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ 23-ാമത്തെ വയസ്സിൽ പെങ്ങൾ കിടന്നുപോയി. കൈനീട്ടി പ്രാർത്ഥിച്ച് ലോകത്തുള്ള എല്ലാ ദൈവദാസന്മാരുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. പലപ്പോഴും സഭയ്ക്കത് കഴിയാറില്ല. പാസ്റ്റർ കുഞ്ഞല്ലേ, എന്തിനാ ഇങ്ങനെ? എളിയവൻ്റെ മക്കളെ ഓർത്തുള്ള പ്രാർത്ഥിക്കണം. എനിക്ക് 4 മക്കളുണ്ട്. ലോകത്തുള്ള മുഴുവൻ ദൈവദാസന്മാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്തദാസൻ്റെയും ശമുവൻ്റെ കാർക്കശ്യതയ്ക്കും മക്കൾക്കും ഇടയ്ക്ക് ഞെരുങ്ങിയ ഒരമ്മയും കാണാം. പിള്ളേരുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മയോട് പറയുമ്പോൾ സാധിക്കാതെ പോയ ശമുവേലിൻ്റെ ഭാര്യ. ഇതൊന്നും വേദപുസ്തകത്തെ എഴുതിയിട്ടില്ലെങ്കിലും ആ ലൈനുകൾക്കിടയ്ക്ക് വായിക്കാൻ കഴിയും. എല്ലാവരും കരം നീട്ടി കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒപ്പം എല്ലാ ദൈവദാസന്മാരുടെ മക്കളെ ഓർത്തും പ്രാർത്ഥിക്കണം. വെല്ലുവിളിയാണ്, നിരന്തര വെല്ലുവിളി. പിതാവേ, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പുത്രനാം യേശുവിൻ നാമം ചൊല്ലി മക്കളെ തന്ന ദൈവമേ, അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ, ദൈവസ്നേഹം, അതെല്ലാം വർദ്ധിച്ചു വരട്ടെ. ഒരു ദോഷവും വരാതെ കാത്തോണേ. അവരുടെ ആത്മീയ ജീവിതത്തിന്, ശരീരത്തിന്, മനസ്സിന്, ഭാവിക്ക് ഒരു കേടും വരല്ലേ. ഇതാ യഹോവയെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെയെന്ന് പറയപ്പെടണേ. ഇതാ യഹോവയെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെയെന്ന് പറയപ്പെടണമേ. ഇതാ യഹോവയെ അന്വേഷിക്കുന്നവൻ്റെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ എന്ന് ഇവർ പറയപ്പെടണമേ. അനുഗ്രഹിക്കുന്ന സഭയായി നിരന്തര വെല്ലുവിളി നടക്കുമ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ യേശുവിൻ രക്തത്തിൽ മറച്ച് മുദ്രയിട്ട് 19-ാം രാത്രി പ്രാർത്ഥിക്കുന്നു. ദോഷങ്ങളൊന്നും വരാതെ കാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവൾ ഈ യോവേലും അബിയാവും വേണ്ടാന്ന് പറയുന്നു, പകരം രാജാവിനെ വേണമെന്ന് പറയുന്നു. രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെക്കാട്ടിയും തോൾപ്പൊക്കം കൂടിയ ഒരാളെ അഭിഷേകം ചെയ്തു. പേരെന്താ? ശൗൽ. ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്? ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവന്. അതിനൊരു കാരണമുണ്ട്. ഏറ്റവും ഒടുവിൽ ദൈവം യാക്കോബിനോട് വന്ന് പറയുമ്പോൾ, അന്ന് റാഹേൽ ഗർഭിണിയാണ്, ബെന്യാമീനെ പ്രസവിച്ചില്ല. അതിന് മുമ്പ് യാക്കോബിനോട് പറയുന്നുണ്ട്, നിൻ്റെ കടിപ്രദേശത്തു നിന്ന് രാജാക്കന്മാർ ഉത്ഭവിച്ചു എന്നല്ല, ഉത്ഭവിക്കും. അതിൻ്റെ അടുത്ത അധ്യായത്തിലാണ് റാഹേൽ പ്രസവിക്കുന്നു. ബെനോനി, അമ്മ മരിച്ചു പോകുന്നു. ബെനോനി എന്ന് പറഞ്ഞാൽ സങ്കടത്തിൻ്റെ മകൻ.
അവൻ്റെ അപ്പൻ അവന് പേരിട്ടു ബെന്യാമീൻ, വലങ്കയ്യുടെ പുത്രൻ, വലങ്കയ്യുടെ പുത്രൻ. ആ ബെന്യാമീൻ എൻ്റെ തലമുറയിലാണ് ആര് വരുന്നത്? ശൗല് വരുന്നത് അല്ലേ? ബെന്യാമീൻ ഗോത്രത്തിൽ നിൻ്റെ കടിപ്രദേശത്തു നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഉത്ഭവിച്ചു എന്നല്ല, ഉത്ഭവിച്ചു. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നടക്കും കേട്ടോ. ഉത്ഭവിക്കും, ഉത്ഭവിച്ചു എന്നല്ല, ഉത്ഭവിച്ചു. ശൗൽ രാജാവായി. കാലം മുമ്പോട്ട് പോയപ്പം ഒരു യുദ്ധം വരുന്നു, യാഗം നടത്തണം. ശമൂവേൽ വരാൻ താമസിച്ചപ്പോൾ ചാടിക്കേറി ആര് യാഗം നടത്തി? ശൗൽ. അതോടുകൂടി അവൻ്റെ രാജ്യത്വം പോയി എന്നുള്ളതാണ് സത്യം. പോയി. പിന്നെ ഇങ്ങനെയൊക്കെ വീണ്ടും എഴുന്നേറ്റുമൊക്കെ പോകുമ്പോഴാണ് പ്രവാചകനോട് ദൈവം പറയുന്നു, നീ പോയിട്ട് അടുത്ത ആളെ അഭിഷേകം ചെയ്യണം. അങ്ങനെ ആരെ അഭിഷേകം ചെയ്തു? ദാവീദിനെ അഭിഷേകം ചെയ്തു. അവിടെയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുക. എന്നാൽ ഈ ദാവീദ് വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ദാവീദിൻ്റെ കയ്യിൽ ഒരു ചെറിയ രക്തക്കറ വീണു. ആരുടെയാ? ബത്സബ അല്ലേ? ആരാ? ഊരിയാവിൻ്റെ ഭാര്യ. ഊരിയാവിൻ്റെ ഭാര്യയെ സ്നേഹം തോന്നി കൊണ്ടുവന്നു. ഊരിയാവിനെ ചതിച്ച് കൊന്നു. അത് കഴിഞ്ഞ് അവളെ എന്താക്കി? ഭാര്യയാക്കി. പക്ഷേ അവളെ ഭാര്യയാക്കി കഴിഞ്ഞാണ് ആര് ജനിക്കുന്നത്? കുഞ്ഞ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ജനിച്ച കുഞ്ഞ് ആരാ? ശലോക. പക്ഷേ ഇവിടെ സഭ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായം കൃത്യമായിട്ട് എഴുതി പോണേ. മത്തായി സുവിശേഷം 1-ാം അധ്യായം വംശാവലി പറയുക. ഇതൊക്കെ എന്നെ ഇച്ചിരി പീഡിപ്പിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യം, ശൽമോൻ രഹബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അടുത്തത് ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ഒന്ന് അടിവരയിട്ടെ. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ആരെ ജനിപ്പിച്ചു? ശലോമോനെ ജനിപ്പിച്ചു. എത്രയോ വർഷം കഴിഞ്ഞ് വംശാവലി എഴുതുക. ഊരിയാവ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് അവൾ ഒഫീഷ്യൽ ഭാര്യയായി. സ്വാഭാവികമായിട്ടും ദാവീദ് ബത്സബ പറയാം. പക്ഷെ വേദവസ്തം എഴുതിയത് എന്താ? ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവൾ. എന്താ ഇവിടെ കാണുന്ന സന്ദേശം? ഈ കല്യാണം കഴിച്ചിട്ട് വിവാഹമോചനം ഇന്ന് കൂടുതലാണ്. കളഞ്ഞിട്ട് പോകാൻ. നമ്മൾ ആരെ കളഞ്ഞിട്ട് അടുത്തോളം കെട്ടിയാലും കോടതി ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കൈ തന്നാലും മേളത്തെ ലെറ്ററിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ആദ്യത്തെ അവൻ്റെ ഭാര്യയായിരിക്കും. ഇവൾ ആദ്യം ആരെ കെട്ടിയേ? ഊരിയാവിൻ്റെ ഭാര്യ ആയിരുന്നവളെ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പിള്ളേരൊക്കെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുമ്പം കൂടെ നിൽക്കല്ലേ. എത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയാലും, എത്ര കോടതിയുടെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും മേളിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. മേളിൽ ഒരു റെക്കോർഡുണ്ടോ? മേളിലൊരു റെക്കോർഡുണ്ടോ? അതുകൊണ്ട് നമ്മൾ പറയുന്നത് ദൈവം യോജിപ്പിച്ചതിനെ. അങ്ങനെയാണെങ്കിൽ അന്നേരം മേളിൽ എന്തോ എഴുതും? ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എഴുതും. ആ മാരേജ് സർട്ടിഫിക്കറ്റിൽ ചത്താലും 10 കെട്ടിയാലും ആദ്യത്തെ കെട്ടൻ്റെ പേരായിരിക്കും. അതുകൊണ്ട് തമ്പുരാനെ ഓർത്ത് പിള്ളേരാരും രണ്ടാമത് കെട്ടിക്കൊണ്ട് വരല്ലേ. എങ്ങനെങ്കിലും കടിച്ചു പഠിച്ച് നിന്നോണം. അതങ്ങ് ശരിയാകുന്ന ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി ചിലപ്പം 1, 2, 3 വർഷമൊക്കെ സഹിക്കേണ്ടി വരും. സഹിച്ചാൽ കൂടെ വാഴ. ഇന്നത്തെ മക്കളുടെ ഒരു പ്രശ്നം, അവർക്ക് സഹിക്കാൻ പാടാ. പക്ഷെ സഹിക്കാതെ പോയി ആദ്യത്തെ കളഞ്ഞിട്ട് രണ്ടാമത്തെ കെട്ടിയ ഊരിയാവിൻ്റെ മറക്കല്ലിതൊന്നും. ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ആദ്യം കെട്ടിയത് രാജപ്പനെയാണ്, രണ്ടാമത് കെട്ടിയത് സോമനെയാണ്. സോമനെ പിള്ളേരുണ്ടായാലും കർത്താവ് പറയും രാജപ്പൻ്റെ ഭാര്യയായിരിക്കുന്നവളിൽ സോമൻ ഇന്നാരെ ജനിപ്പിച്ചു. സോമൻ്റെ ഭാര്യ അല്ല. ആരുടെ ഭാര്യ? സോമൻ്റെ ഭാര്യ അല്ല. ആരുടെ ഭാര്യ? രായപ്പൻ്റെ ഭാര്യ. എവിടെ? സ്വർഗത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? വളരെ ഗൗരവമായിട്ട് ഓർക്കപ്പെടണം. ദാവീദിൻ്റെ കയ്യിൽ ഈ രക്തക്കറയുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ കുറച്ച് മുമ്പോട്ട് പോയപ്പം പറഞ്ഞു, നീ ആലയം പണിയണ്ട. ആര് പണിയും? നിൻ്റെ മകൻ പണിയും. അങ്ങനെ ഈ ആലയം പണി ഒരു സ്വപ്നമായിരുന്നു. ഇവൻ ആലയം പണിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. വായിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഈ സംഭവമുണ്ട്.
പിന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. നമുക്കതെല്ലാം ഒന്ന് നോക്കി പോകാം. അതിൻ്റെ 12-ാമത്തെ വാക്യം, 7:12. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്ന സന്തതിയെ നിൻ്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിൻ്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തും, അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കും. 13-ാമത്തെ വാക്യം, 2 ശമൂവേൽ 7:13. അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണി. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണി. ആര്? ശലോമോൻ പണിയും. ഇത് പണിയുമെന്ന് ദൈവം പറഞ്ഞെങ്കിലും ഈ രാജാവിന്, ദാവീദ് രാജാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ആലയം എന്ന് പറയുന്നത്. അതിനുവേണ്ടി താൻ തൻ്റെ ആയുസ്സിൽ ഇരുന്നപ്പോഴേ ഇതിനു വേണ്ടിയുള്ള വട്ടക്കൂട്ടുകൾ നടത്തി. 1 ദിനവൃത്താന്ത പുസ്തകം 22-ാമത്തെ അധ്യായം. 1 ദിനവൃത്താന്തം, ഇതുകൊണ്ടാണ് ഞാൻ കുറിക്കാൻ പറഞ്ഞത്. 1 ദിനവൃത്താന്തം 22-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ആകയാൽ അതിന് തക്കവണ്ണം വട്ടം കൂട്ടുമെന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തൻ്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി. എന്തിനു വേണ്ടി? ആലയം പണിയാൻ വേണ്ടി. എന്തൊക്കെയാണ് വട്ടം കൂട്ടിയെന്നൊന്ന് പറയാം, പേടിച്ചു പോകും. 14-ാമത്തെ വാക്യം, ഇതാ ഞാൻ എൻ്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്നും. അയ്യോ, എത്ര താലന്ത്? 1,00,000. 1,00,000 താലന്ത്. ഒരു താലന്ത് എന്ന് പറയുമ്പോൾ ഒരു താലന്ത് 34.272 കിലോഗ്രാം. അപ്പോൾ എത്ര കിലോഗ്രാം പൊന്ന് എന്ന് കൂട്ടിക്കോണം? 34,27,200 കിലോഗ്രാം സ്വർണം. എന്തിനു വേണ്ടി? ആലയത്തിന് വേണ്ടി. 34 ലക്ഷം. 10 ലക്ഷം താലന്ത് വെള്ളി. കണക്ക് കൂട്ടാനൊക്കത്തില്ല. കണ്ടോ? പിന്നെ പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും. പിന്നെ മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. നിനക്കിനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ. നിന്റെ സ്വാധീനത്തിൽ കല്ല് വെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശലപ്പണിക്കാരും ഉണ്ടല്ലോ. പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കൊള്ളുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൻ വട്ടം കൂട്ടി. എന്തിനു വേണ്ടി? ആലയത്തിന് വേണ്ടി. എന്തിനു മുമ്പ്? മരണത്തിന് മുമ്പ്. എല്ലാവരും ഓർത്തോണേ, ഈ മരണത്തിന് മുമ്പ് ചെയ്യാവുന്ന എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം. അപ്പം മരണത്തിന് മുമ്പ് എന്തോ ചെയ്തു? വട്ടം കൂട്ടി. അടിവരയിട്ടേ. മരണത്തിന് മുമ്പ് എന്തോ ചെയ്തു? വട്ടം കൂട്ടി. നമ്മളെന്തോ വട്ടം കൂട്ടുന്നേ മരണത്തിന് മുമ്പ്? അത് ഓർത്തോണം. ദൈവ ആലയം പണിയാൻ വേണ്ടി. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ AB കലവറയൊന്നും തുറന്നാൽ ഇതിൻ്റെ 7 അയലോക്കത്ത് വരുമോ? ഇല്ല. 1,00,000 താലന്ത് എന്താ? പൊന്ന്. 10 ലക്ഷം താലന്ത് വെള്ളി. എണ്ണമില്ലാത്ത പോലെ താമ്രവും ഇരുമ്പും. പിന്നെ മരം, കല്ല് എല്ലാം വെച്ചു. എന്ത് പണിയാനാ? ആലയം പണിയാൻ. പക്ഷെ പറഞ്ഞു, നീ അല്ല പണിയുക. ആര് പണിയും? നിൻ്റെ മകന് പണിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ആലയം പണി തുടങ്ങുകയാണ്. വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 6, 7 അധ്യായങ്ങളെല്ലാം ഈ പണികാര്യങ്ങളാണ്. 1 രാജാക്കന്മാർ 6, 7 അധ്യായങ്ങളൊക്കെ വരുമ്പോൾ ഈ പണി നടക്കുക. ശലോമോൻ പണിയുന്നു. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. കണ്ടോ? എല്ലാം കൃത്യമായ രീതിയിൽ ഈ സ്വർണ്ണം എല്ലാം ഉപയോഗിച്ച് പണിതു. എത്ര ആളുകൊണ്ടാണെന്നറിയാം? 7-ാം വാക്യം, ഇതിനിടയ്ക്ക് അരമന പണിതു 13 വർഷം കൊണ്ട്. ഇനിയും ആലയം പണിയാൻ എടുത്ത സമയം, മൊത്തം ആലയവും ഇതും കൂടെ പണിത് തീർന്നപ്പം 20 വർഷം എടുത്തു എന്ന് നമ്മൾ കാണുകയാണ്. ഇത്രയും സമയമെടുത്താണ് ആര് പണിയുന്നത്? ശലോമോൻ പണിയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം.
ആകാശത്തേക്ക് കൈമലർത്തി പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം തീർന്നിട്ട് അങ്ങനെ തീർന്ന് അവൻ എന്ത് ചെയ്തു? ആലയം പണിതു. ആലയം പണിതിട്ട് അവിടെ യാഗം കഴിച്ചു. 8-ാം അധ്യായത്തിൻ്റെ ശലോമോൻ യഹോവയോട് 54-ാം വാക്യം. യാചന കഴിച്ച് അവൻ യഹോവയുടെ യാഗപീഠത്തിന്മേൽ മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു. കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റിട്ട് മതി. എന്നിട്ട് അതിൻ്റെ 63-2 പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ എന്ത് കഴിച്ചു? യാഗം കഴിച്ചു. മക്കളെ, യാഗം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളിയല്ല. ഈ ശലോമോൻ കഴിച്ച യാഗം പോലൊരു യാഗം ലോകത്ത് നടന്നിട്ടില്ല. നോക്കിക്കേ, 20,000 കാള. 20,000 കാള. ഞാൻ ഞങ്ങളുടെ കൺവെൻഷന് 3 പോത്തിനെ കൊന്നിട്ടുണ്ട്. അത് തന്നെ എന്തോ പാടുപെട്ടായിരുന്നറിയാം. ഞങ്ങളുടെ ജനറൽ കൺവെൻഷന് 3 പോത്തിനെ കൊന്നു. അപ്പോൾ തന്നെ 3 ലക്ഷം രൂപയായി. നല്ല 1.5 പോത്തിനെ കൊണ്ടുവന്ന് വെട്ടിക്കൊന്ന് ഇറച്ചിയെടുത്തു, എല്ലാവർക്കും വെച്ച് കൊടുത്തു. പക്ഷേ ഇങ്ങനെ എത്ര ചെയ്തേ? 20,000 കാള, 1,20,000 ആട്. 1,20,000 ആട്. അത് വല്ല ഗ്രൗണ്ട് എവിടെ ആയിരിക്കും ഇതിനെ കൊണ്ട് നിർത്തി? കണ്ടോ? അർപ്പിച്ചു. പിന്നെ ഹോമയാഗം ഭോജനം ഇന്ന് വേണ്ട. അവിടെ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗങ്ങളുടെ മേധസ്സും അർപ്പിച്ചു. ഇത്രയെല്ലാം നടത്തി ആര്? ശലോമോൻ. 20,000 കാള, 1,20,000 ആട്. ഇത്രയും വലിയൊരു യാഗം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത്രയും നടത്തി. എന്ത് പണിതിട്ട്? ആലയം പണിത്. ഇതെല്ലാം കണ്ടിട്ട് ദൈവം അവനോട് 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 5-ാം വാക്യം. ഇസ്രായേലിൻ്റെ രാജസന്ധി ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള രാജ്യത്തിന്റെ സിംഹാസനം എന്നേക്ക് സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. ഇതെല്ലാം ഇത്രയും ഈ 1,00,000 താലന്ത് സ്വർണവും 3 ലക്ഷം എത്ര ഭയങ്കര ഇത്രയും കിലോഗ്രാം സ്വർണം കൊണ്ടും എല്ലാം പണിതിട്ട് 20,000 കാളയും 1,20,000 ആടിനെയും ഒക്കെ കഴിച്ചപ്പം തമ്പുരാൻ പറഞ്ഞു, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കൊള്ളാം, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. ഇതെന്ന് വിട്ടു മാറുന്നു അന്ന് ഞാൻ ഈ ആലയൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. അതുകൊണ്ട് നീ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. ഇവർ ഈ ആലയം മാത്രമല്ല, ഈ ആലയത്തിൻ്റെ അകത്ത് എന്തുണ്ട്? അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് എന്തുണ്ട്? ദൈവത്തിൻ്റെ നിയമ പെട്ടകമുണ്ട്. ഈ നിയമപ്പെട്ടകം എന്താണെന്ന് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ശ്രദ്ധിക്കണേ, നിയമപ്പെട്ടകം എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ നിയമപ്പെട്ടകം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 25-10 വായിച്ചേ. 25-10. കതിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും. അതിൻ്റെ 2-ാമത്തെ വാക്യം 22 വായിച്ചേ. അതിന് 2.5 മുഴം നീളം അല്ലേ? അതിൻ്റെ അകമെല്ലാം മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊതിയണം. 16-ാമത്തെ വാക്യം. ഈ ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യപ്പെട്ടകത്തിൽ വയ്ക്കണം. എന്താ? ഉടമ്പടി പത്രിക, കൽപ്പനകൾ അതിനകത്ത് എന്ത് ചെയ്യണം? വെക്കണം. 18-ാമത്തെ വാക്യം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. എന്നിട്ട് കൃപാസനത്തിന്റെ 2 അറ്റത്തും അടുപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി ഇത് പണിയണ്ടേ? ഇത്രയും പണിയാൻ നിഷ്കർഷ കൊടുത്തു. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ ആരാണ് പണിതത്? 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. പുറപ്പാട് 31-ന്റെ 1 മുതൽ ഹൂരിൻ്റെ മകനായ ആരാണ്? ബെസലേലിനെ. ബെസലേൽ ആരാ? ഹൂരിൻ്റെ കൊച്ചുമകൻ.
പറഞ്ഞേ, ആരാണ്? ആരാ ഹൂര്? ഹൂരാരാ? ഊരാരാ? വേദവസ്ത വ്യക്തിത്വങ്ങളുമായിട്ടൊരു അറിവ് വേണം. ഊരാരാ? മോശയുടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എവിടെ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ അമാലിയക്കര് യുദ്ധത്തിന് വന്നപ്പോൾ 2 പേര് ഉയർത്തിപ്പിടിച്ചു. ആരൊക്കെയാ? അഹരോനും ഹൂരും. ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം. ആ ഹൂരിൻ്റെ മകൻ്റെ മകനാണ് ആര്? ബെസലേൽ. ഒരു കാര്യം ഓർത്തോണം, അല്പനേരം ഒന്ന് കൈ താങ്ങിക്കൊടുത്തത് കൊണ്ട് ദൈവം ചെയ്ത നീതി, ഈ നിയമപ്പെട്ടകം പണിയാൻ, സാക്ഷ്യകൂടാരം പണിയാൻ ദൈവം എഴുന്നേൽപ്പിച്ചത് ആരെയാ? ബെസലേലിനെ. അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒക്കാത്തത് കൊണ്ട് 6-ാം വാക്യത്തിൽ ഒഹോലിയാബിൻ. ആരാണ്? ഓഹോലി. മക്കളൊന്നും ഈ പേരൊന്നും മറക്കരുത്. ബെസലേൽ. ആരാണ് പേടകം പണിത്? ബെസലേൽ. അതിന് കൂട്ട് ആരായിരുന്നു? ഒഹലിയോബിനെ ആക്കി. അങ്ങനെ പണിതെല്ലാം കഴിഞ്ഞപ്പോൾ പുറപ്പാട് 40:34 മുതൽ 38 വരെ ആ ആ ആ ആ മതി. ഇതെല്ലാം പണിത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ എന്ത് മൂടി? തേജസ് മൂടി. മേഘം കൊണ്ട് എന്ത് ചെയ്തു? മൂടി. ദൈവ സാന്നിധ്യം, ദൈവ തേജസ് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഇവർ നടന്നു പോകുമ്പോൾ, ഈ മിസ്രൈമിൽ നിന്ന് പോവുകയല്ലേ, ഇവരുടെ മുമ്പിൽ ആരാ പോയത്? എന്ത് വഹിച്ചുകൊണ്ടാ? യഹോവയുടെ വാഗ്ദത്ത പേടകം വഹിച്ചുകൊണ്ട് അവർ മുമ്പിൽ നടന്നു. ഈ മുമ്പിൽ പോയപ്പോഴെല്ലാം യുദ്ധം വന്നപ്പോൾ ഇവർ ജയിച്ചു. അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോകുന്നു. മോശ മരിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ മനസ്സിലാകുന്നുണ്ടോ? ഇവർ മിസ്രൈമിൽ നിന്ന് പോരുമ്പം ദൈവം പറഞ്ഞു, നിങ്ങൾ മുമ്പായിട്ട് പൊക്കോ. നിങ്ങളുടെ മുമ്പിൽ എന്ത് നടക്കണം? നിയമപ്പെട്ടകം ഉണ്ടായിരിക്കണം. അങ്ങനെ അവർ പോകുമ്പോൾ നമ്മൾ കാണുന്നു, യോശുവയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അപ്പം ഈ പുരോഹിതന്മാരിത് വഹിച്ചുകൊണ്ട് പോയി. ശ്രദ്ധിക്കണേ, പുരോഹിതന്മാരിത് വഹിച്ചുകൊണ്ട് പോകുമ്പം ഇത്രയും 30 ലക്ഷം പേരാണ് വരിക. ഈ 30 ലക്ഷം ജനത്തിൻ്റെ മുമ്പിൽ ആരാ പോകുന്നേ? പറഞ്ഞേ, ആരാ പോകുന്നേ? നിയമപ്പെട്ടകം, അല്ലെങ്കിൽ വാഗ്ദത്ത പേടകം. ഇതെവിടെ പോയി? മുമ്പിൽ പോയി. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും മുമ്പിൽ പോയത് ആരാ? വാഗ്ദത്ത പേടകം. യോർദാൻ്റെ ഭയങ്കര കരകവിഞ്ഞ് ഒഴുകിയ ഈ യോർദാൻ കടന്നാലേ ഇവർക്ക് പോകാനൊക്കത്തുള്ളൂ. എങ്ങനെ കിടക്കും? ഒറ്റ വഴിയുള്ളൂ. ഇവരെ സഹായിക്കാൻ എന്തുണ്ട്? ദൈവസാന്നിധ്യം, വാഗ്ദത്ത പേടകം. ഈ പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ, സഹോദരങ്ങളെ, ഞാൻ ഇത്രയും ശാന്തമായിട്ടും ലളിതമായിട്ടും പറയുക, പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാൽ എവിടെ ചവിട്ടും? വെള്ളത്തിൽ ചവിട്ടുമ്പം ഇത് 2ആയിട്ട് മാറും. അതായത് ദൈവസാന്നിധ്യം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാല് ചവിട്ടുമ്പോൾ, എന്നിട്ട് ഈ ജനമെല്ലാം അക്കരയ്ക്ക് പോകുമ്പോൾ പുരോഹിതന്മാർ ഇത് ചുമന്നുകൊണ്ട് എവിടെ നിൽക്കും? നടുക്ക് നിൽക്കും. ഈ 30 ലക്ഷം ജനം എവിടെ കയറി? അക്കരെ കയറി. ഇതിന് കാരണം അവിടെ മുമ്പിൽ എന്തുണ്ടായിരുന്നു? നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തുണ്ടായിരുന്നു? നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. ഇനിയും ഈ നിയമപ്പെട്ടകം വഹിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഇവർ എരിഹോവിൻ്റെ അടുക്കലെത്തി. എരിഹോ എന്ന വലിയ പട്ടണം മതിൽ കെട്ടി അടച്ചു. ആര് നിമിത്തം? ഇസ്രായേൽ നിമിത്തം. എവിടെ? യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം. മതിൽ കെട്ടി അടച്ചു. അപ്പം ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റാൻ പറഞ്ഞു. 7 പുരോഹിതന്മാർ കാഹളം പിടിച്ചുകൊണ്ട് എവിടെ നടക്കണം? പെട്ടകത്തിൻ്റെ മുമ്പിൽ നടക്കണം. എരിഹോ മതിൽ വീഴുമ്പോഴും ഇവരുടെ മുമ്പിൽ നടന്ന ആരാ? എന്ത് വഹിച്ചുകൊണ്ടാ? പെട്ടകം. എന്നിട്ട് കാഹളം ഊതണം. അങ്ങനെ വീഴുമ്പോൾ എന്തോ വീഴും? പട്ടണം അതിൽ വീഴും. അപ്പോൾ ഈ എരിഹോ ഇവരുടെ ചരിത്രത്തിൽ, ഇവരുടെ യാത്രയിൽ എപ്പോഴും ഇവരുടെ മുമ്പിൽ പോയിരുന്ന ആരാ? പെട്ടകം വഹിച്ചുകൊണ്ട് പോയി. കാഹളം ഊതുമ്പോൾ എന്തോ വീഴും? പെട്ടകം വീഴും. ഇതായിരുന്നു പെട്ടകം. എന്നാൽ ഈ പെട്ടകം മുമ്പോട്ട് പോയപ്പോൾ ഒരപകടം പറ്റി. 1 ശമ്മൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു പുരോഹിതനുണ്ടായിരുന്നു. പേര് ഏലി. എന്താണ് പേരെന്താ?
ഏലിയുടെ 2 മക്കൾ ആരൊക്കെയാ? ഒഫ്നിയും ഫിനെഹാസും. ഇവരെന്തോ ചെയ്യാൻ ചോദിച്ചാൽ, ആലയത്തിൽ വരുന്ന വിളക്കണയ്ക്കുമ്പോൾ ആലയത്തിൽ വരുന്ന അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരുമായിട്ട് പാപം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരെ കൊണ്ടുവരിക? ശമൂവേൽ വരിക. 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഫെലിസ്ത്യർ അതിൻ്റെ 10-ാം വാക്യം, പട തോറ്റു. ആ ആ ആ ആ ആ ആ മഹാസംഹാരം ഉണ്ടായി. ആ ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ആരാൽ? മുമ്പേ നമ്മൾ രാവിലെ കണ്ട ഒരു ശക്തിയാണ്. ആരാ? ഫെലിസ്ത്യർ പിടിക്കപ്പെട്ടു. ഈ ഉറങ്ങരുത്, ഫെലിസ്ത്യർ പിടിച്ചിട്ട് ഈ പെട്ടകവുമായിട്ട് നേരെ കൊണ്ടുപോയി എവിടെ വെച്ചു? ഫെലിസ്ത്യൻ്റെ പെട്ടകത്തിൽ കൊണ്ട് വെച്ചു. കണ്ടോ? എവിടെ എടുത്ത്? അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം എടുത്ത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടു ചെന്ന് എവിടെ വെച്ചു? ദാഗോൻ്റെ അരികിൽ വെച്ചു. 5:3 രാവിലെ അസ്തോതിരി എഴുന്നേറ്റപ്പോൾ താണ്ട് തകിട് തിത്തവും തകതവും തേരെ കിടക്കുന്നു. എവിടെ? താഴെ. ദാഗോന് തലയും കുത്തി താഴെ കിടക്കുന്നു. കണ്ടോ? അവനവനും കടമ്പ പൊത്തവും താണ്ട് കിടക്കുന്ന ആര്? ദാഗോൻ തലയും കുത്തി താഴെ കിടന്നു. ഇവർ വീണ്ടും ഇത് എടുത്തു വെച്ചു. പിറ്റേ ദിവസം ചെന്നപ്പോൾ എന്തോ ഇല്ല, തലയില്ലാതെ കിടക്കുന്നു. ഇത്ര ശക്തമായിരുന്നു എന്ത്? പെട്ടകം. അപ്പോൾ ഇവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി, ഇനി എന്താ വഴി? യഹോവയുടെ കൈ നമുക്ക് എന്തായിരിക്കുന്നു? ഭാരമായിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അതിൻ്റെ 6-ാം വാക്യം അല്ല, ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നങ്ങളുണ്ടായി. കൈ ആ പട്ടണത്തിന് വിരോധമായി. സകല എണ്ണത്തിനും മൂലരോഗം തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ? ഫിസ്റ്റുല എന്നൊക്കെ പറയത്തില്ലേ? സകല എണ്ണത്തിനും പരുവായി. ഭയങ്കര ഇരിക്കാൻ വയ്യ, എല്ലാം എഴുന്നേറ്റ് നിൽക്കുക. മുഴുവൻ എണ്ണത്തിനും പിടിച്ചു. എവിടെ? പിടിച്ചു. നിലത്തിരിക്കാനൊക്കോ? ഇല്ല. കസേര കിടക്കാനൊക്കോ? ഇല്ല. കട്ടിലേ കിടക്കാനൊക്കോ? ഇല്ല. മൊത്തം കമന്ന് കിടക്കുക. മൊത്തം ഒരു പരിപാടി കണ്ടോ? ഇരിക്കത്തുമില്ല, നിൽക്കുക. കിടക്കുമോ? ഇല്ല, കമന്ന്. എന്താ കാര്യം? പെട്ടകം ആവശ്യമില്ലാത്തടത്ത് വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഒരു കാര്യം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി പ്രശ്നക്കാരെ വരുത്തി. 6-ാം വാക്യത്തിലെത്തി. അതിൻ്റെ 4-ാം വാക്യം, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിൽ ഒത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കരുവും പൊന്നുകൊണ്ട് 5 എലിയും. അതുകൊണ്ടല്ലോ നിങ്ങൾക്ക് വന്നത്. അതുകൊണ്ട് മൂലക്കുരുവിനെയും ദേശത്തെ ശൂന്യമാക്കുന്ന എലിമ്പുകളുടെയും പ്രതിമകളുണ്ടാക്കി തിരുമുൽക്കുഴച്ചയായിട്ട് ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവരുടെ അടുക്കൽ നിന്ന് വീട്ടിലേക്ക് എന്ത് ചെയ്യണം? മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവർ ബേത്ശേമിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ ഇതാണ് നമ്മുടെ അനർത്ഥത്തിൻ്റെ കാരണം. പിടികിട്ടിയ മൂലക്കുരുവിൻ്റെ പ്രതിമയും 5 എലിയുടെ പ്രതിമയും കൊണ്ടുവന്ന്, രസകരമായ കാര്യമാണ്. പ്രശ്നക്കാരൻ പറഞ്ഞു പരിഹാരം 5 മൂലക്കുരു സ്വർണം കൊണ്ടുണ്ടാക്കണം, എലിയെ ഉണ്ടാക്കണം. വെച്ചു. എന്നിട്ട് പെട്ടകം കയറ്റി. ഇവർക്ക് ചുമക്കാൻ പേടിയാണ്. എന്നിട്ട് പെട്ടകം ഒരു പുതിയ വണ്ടിയെ വെച്ച് പുത്തൻ കാളുകളെ കൊണ്ട് ചുമ്മിച്ച് വിട്ടു. അങ്ങനെ ചെയ്തു. ഇവർ യഹോവയുടെ പെട്ടകവും പ്രതിമകളുടെ ചെല്ലവും വണ്ടി വെച്ചു. നേരെ ബേത്ശേമുള്ള വഴിക്ക് പോയി. അവ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ കരഞ്ഞോണ്ട് അതിര് വരെ എന്ത് ചെയ്തു? പുറകെ പോയി. അങ്ങനെ പോയി ബേത്ശേമിനായി യോശുവയുടെ വയലിൽ വണ്ടി വന്നു നിന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് യോമയാഗം കഴിച്ചു. അവരാ കല്ലിന്മേൽ വെച്ചു. എക്രോനിലേക്ക് പോയി. ഇത് കണ്ടിട്ട് അവരങ്ങ് തിരിച്ചു പോയി. യഹോവയുടെ ഇത് വീണ്ടും മുമ്പോട്ട് പോയി. യോശുവയുടെ വയലിൽ ഇന്ന് വരെ ഉണ്ട് ആ കല്ല്. 19-ാം വാക്യം, ബേത്ശേമേർ യഹോവയുടെ പെട്ടത്തിൽ നോക്കുകൊണ്ട് അവൻ അവരെ എന്ത് ചെയ്തു? സംഹരിച്ചു. ഇവത്തെ ആവശ്യമില്ലാതെ നോക്കാൻ പോലും ഒക്കത്തില്ല. ദൈവസാന്നിധ്യം സംഹരിച്ചു. 50,070 പേരെ എന്ത് ചെയ്തു? സംഹരിച്ചു. പിന്നെന്തോ ചെയ്തു? അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ വന്ന് നിങ്ങളുടെ പെട്ടകം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 7-ാം അധ്യായത്തിൽ കിര്യത്തെയാരീം നിവാസിൽ വന്ന യഹോവയുടെ പെട്ടകം എടുത്ത് അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞ് ഇവർ മിസ്പയിൽ ഒന്നിച്ചു കൂടി പ്രാർത്ഥിച്ചിട്ട്
ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പം കാണുന്നു ഈ പെട്ടകം കൊണ്ടുവരികയാണ് അല്ലേ. കിര്യത്തരാരമീന്ന് എന്ത് ചെയ്യുന്നു? പെട്ടകം കൊണ്ടുവരുന്നു. അങ്ങനെ പെട്ടകം കൊണ്ടുവന്ന് ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ വെച്ചു. 1 13 അല്ലേ. എവിടെ കൊണ്ട് വെച്ചു? ഇതിനിടയ്ക്ക് കുറേ സമയങ്ങളുണ്ട്. ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചു. 1 13 അധ്യായത്തിലുണ്ട്, 2 ശമൂവേൽ 6 അധ്യായത്തിലുണ്ട്. 2 ശമൂവേൽ 6-ലും 1 13 അധ്യായത്തിലുണ്ട്. അങ്ങനെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ കുടുംബത്തിൽ കൊണ്ട് വെച്ചു. പിടി കിട്ടുന്നുണ്ടോ? ഓബേദ് ഏദോമിൻ്റെ ഇതിനിടയ്ക്ക് പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി നോക്കിയപ്പോൾ നാബോദിൻ്റെ കളത്തിങ്ക വെച്ചപ്പം അവർ കാളയെ കെട്ടി കൊണ്ടുവന്നപ്പം ഉസ കൈ നീട്ടി പിടിച്ചു. കാള വരണ്ടു. ആര് മരിച്ചുപോയി? ഉസ മരിച്ചു. അപ്പോൾ ഇതെടുത്തുകൊണ്ട് പോയി എവിടെ കൊണ്ട് വെച്ചു? ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചു. ഓബേദ് ഏദോമിനെയും കുടുംബത്തെയും ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിച്ചു എന്ന് കേട്ടപ്പോൾ ഇനി യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് ആര് വന്നു? ആൾക്കാർ വന്നു. ഈ യഹോവയുടെ ചട്ടകം ചുമന്നുകൊണ്ട് വന്നപ്പം ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? കുതിച്ച് നൃത്തം ചെയ്തു. കുതിച്ച് നൃത്തം ചെയ്തു. അപ്പം നമ്മൾ ഓർക്കണം, ഈ ദാവീദ് ആരാ? രാജാവാ. ഈ ഒന്നുമില്ലാതിരിക്കുമ്പം കുതിച്ച് നൃത്തം ചെയ്യും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, കുതിച്ച് നൃത്തം ചെയ്യും. ക്ഷമിക്കണേ, ഈ വലിയ പാസ്റ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഈ ആരാധനയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു നിപ്പ് നിന്നാൽ, കാരണം അവരെ ആരാധിപ്പിക്കത്തേ ഉള്ളൂ, എന്ത് ചെയ്യത്തില്ല? ആരാധിക്കത്തില്ല. വലിയ ആൾക്കാരായിക്കഴിഞ്ഞു. പക്ഷെ ദാവീദ് വലിയ രാജാവായിട്ടും കുതിച്ച് നൃത്തം ചെയ്തു. കുതിച്ച് നൃത്തം ചെയ്തപ്പം ആർക്കും ഇഷ്ടപ്പെട്ടില്ല? മീകളിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം രാജാവിന് പറയാൻ ഒരു കാര്യമുണ്ട്. ഇടി കൊച്ചേ, നീ രാജ്ഞിയായത് രാജാവിൻ്റെ മോളായതുകൊണ്ടാണ്, ഞാൻ കാട്ടിക്കിടന്നവനാ. പക്ഷെ മീകളിന് എന്തോ ഉണ്ടായില്ല? മീകളിന് അതിന് ശേഷം എന്തോ ഉണ്ടായില്ല? കുട്ടികൾ ഉണ്ടായില്ല. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? മീകളിന് കുട്ടികൾ എന്തില്ല? ഉണ്ടായില്ല. കണ്ടോ? 23 1 ശമൂവേൽ 6:23 അങ്ങനെ നിന്ദിച്ചത് കൊണ്ട്, ആരാധനയെ നിന്ദിച്ചത് കൊണ്ട് മീകളിന് ഒരിക്കലും എന്തുണ്ടായില്ല? കുട്ടി ഉണ്ടായില്ല. ഇനി ഇത്രയും മനസ്സിലായല്ലോ. ഈ പെട്ടകത്തിന് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, അവിടെ കൽപ്പലകലയുണ്ട്, മന്ന ഇട്ട് വെച്ച പൊൻപാത്രമുണ്ട്, അഹരോൻ്റെ തളുത്ത വടിയുണ്ട്. ഇതെല്ലാമായിട്ട് ഈ പെട്ടകം. അങ്ങനെ ഈ പെട്ടകം കൊണ്ട് വെച്ച് ഈ വലിയ ആലയം പണിതു. ഇത്രയും വലിയ ആലയം പണിതു. ആലയം പണിത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ നീയോ നിൻ്റെ മക്കളോ അന്യദേവന്മാരോട് പോയി സമ്മതം കൂടുവോ കല്യാണം കഴിക്കുവോ ഒക്കെ ചെയ്താൽ അന്ന് ഞാനങ്ങ് പിണങ്ങും. കണ്ടീഷൻ, ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കണ്ടീഷനില്ല. ഞാൻ കൂടെ ഉണ്ട്, പക്ഷേ അന്യദേവന്മാർക്ക് എന്ത് ചെയ്യരുത്? അന്യദേവന്മാർക്ക് എന്ത് ചെയ്യരുത്? ആരാധന കഴിക്കരുത്. ഇപ്പോൾ ഈ ശമൂല് ചെയ്ത, ഈ ശലോമൻ ചെയ്ത ഒരു കാര്യം 1 രാജാക്കന്മാരുടെ പുസ്തകം 11 അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 11 അധ്യായം. എല്ലാം മനസ്സിലായല്ലോ? അടുക്കടുക്കായിട്ട് മനസ്സിലാക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 11 അധ്യായം. അതിൻ്റെ 3 വാക്യം, അവന് 700 കുലപത്നികളും. ഇതെല്ലാം കേട്ടപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചെന്ന് ചോദിച്ചു, എൻ്റെ അപ്പ, ഇവൻ എങ്ങനെയാണ് 700 എണ്ണത്തെ കൊണ്ടു നടന്നത്? ഒന്നിനെ കൊണ്ട് നടക്കാൻ പാടാ. അപ്പോഴാണ് 700 എണ്ണത്തെയും 300 ഉപനാരി, അതായത് വെപ്പാട്ടികൾ. അപ്പോൾ നമ്മൾ ഈ ശലോമൻ ഈ 1000 പേരെ കല്യാണം കഴിച്ചത് ജഡീകതയുമായിട്ടല്ല ചിന്തിക്കേണ്ടത്, ബിസിനസ് സംബന്ധങ്ങളാണ്. പണ്ട് നാട്ടുരാജാക്കന്മാരതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഒരു നാട്ടുരാജാവ് എന്ത് ചെയ്തൊരു കാര്യം, വഴക്കുണ്ടാക്കാതിരിക്കാൻ അപ്പുറത്തെ നാട്ടുരാജാവിൻ്റെ മോളെ എന്ത് ചെയ്യും? കെട്ടും. അങ്ങനെ ഈ കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവിൻ്റെ കൊച്ചും കൂടെ കെട്ടിയാൽ പിന്നെ കൊച്ചിയും തിരുവിതാംകൂറും എന്തോ ഉണ്ടാകത്തില്ല, യുദ്ധം ഉണ്ടാകത്തില്ല. അത് തന്നെയല്ല, ബിസിനസ് നയതന്ത്ര യുദ്ധങ്ങൾ നടക്കും, ബന്ധങ്ങളുണ്ടാകും. ഇവിടുത്തെ നെല്ല് അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടുത്തെ ഗോതമ്പ് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ ശലോമൻ ചെയ്ത് ഭയങ്കര അതിബുദ്ധിയാണ്. ഈ 700 എണ്ണത്തെ അങ്ങ് കെട്ടി 300
കുലഭക്തികൾ കണ്ടിട്ട് ആഗ്രഹം തോന്നുന്നുണ്ടോ? 700. ഓ, എന്തായിരുന്നു അന്നൊക്കെ ജീവിക്കണമായിരുന്നല്ലേ? ജനിക്കുകയാണെങ്കിൽ ശലോമോനായിട്ട് ജനിക്കണം. കഷ്ടകാലം കേട്ടോണം. ഈ പെണ്ണുങ്ങൾ വന്നപ്പോൾ ഇവരെന്തോ ചെയ്തെന്നറിയാമോ? അവർ വശീകരിച്ചു. ഇവർ വന്നപ്പോൾ 5-ാം വാക്യം, സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും അമോനിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ എന്തിനെ കൊണ്ടുവന്നു? മിൽക്കോമിനെയും സേവിച്ചു. അതുകൊണ്ട് മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കൊമോശിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാർത്തികളായ സകല ഭാര്യമാർക്ക് വേണ്ടിയും ഇവനിങ്ങനെ ചെയ്തു. ആലയം സംഭവം. പക്ഷേ മോലേക്കിനെയും സീദോനെ അസ്തുരത്തിനെയും മിൽക്കോമിനെയും ഒക്കെ ചെന്ന് സേവിച്ചു. ഇവരെ എല്ലാം കൂടെ കൊണ്ടുവന്നു. ഇവർക്ക് വേണ്ടി എന്തു പണിതു? പൂജാഗിരികൾ പണിതു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പാശ്ചാത്യ രാഗത്തൊക്കെ പോയ പലരുടെയും ക്ഷേത്രങ്ങളുണ്ട്. എന്താ കാര്യം? അവിടെ കൊണ്ടുവന്നവർക്ക് വേണ്ടി എന്തുകൂടെ പണിയും? പള്ളി പണിയും. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഈ ദൈവം, നമ്മളാരും തീവ്രവാദിയല്ല, പക്ഷേ ദൈവം തീഷ്ണമതിയാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താ? അന്യമതത്തിൽപ്പെട്ടവരെ എന്തു ചെയ്യണം? കൊല്ലണം. നമ്മളൊരിക്കലും അങ്ങനെ പഠിപ്പിക്കത്തില്ല. നമ്മുടെ ഏതെങ്കിലും സഭയിൽ എങ്ങനെ ആസിഡ് ബൾബ് ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? പടിവാളുണ്ടോ? ഉണ്ടോ ഭാഷേ? ഇല്ല. നമ്മൾക്ക് പടിവാളൊന്നും ഇല്ല. നമ്മളാരെയും കൊല്ലാൻ പറയത്തില്ല. പറയുമോ? ഇല്ല. പക്ഷെ നമ്മൾ തീഷ്ണതയുള്ളവരാ. ചത്താലും അന്യദേവരെ എന്തു ചെയ്യരുത്? നമസ്കരിക്കരുത്. അപ്പോൾ ഈ ശലോമോന് പറ്റിയ അപകടം മിശ്രവിവാഹം കഴിച്ചു. മിശ്രവിവാഹം. ഇന്ന് മിശ്രവിവാഹം കഴിക്കുന്നത് ഒരു വലിയ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹമാണ്. ഉന്നത ചിന്താഗതിയുള്ളവരുടെ പുരോഗമന ആശയങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് മിശ്രവിവാഹം കഴിക്കുന്നത്. പക്ഷേ ഈ മിശ്രവിവാഹം കഴിക്കുന്നവർ ഓർത്തോണം, മിശ്രവിവാഹത്തിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ വരും? അവരുടെ ദേവനൂടെ വരും. അത്രയേ ഉള്ളൂ. നമ്മളിതൊക്കെ വലിയ ആശയം പറയും. നിൻ്റെ ദൈവം നിൻ്റെ ദൈവം, എൻ്റെ ദൈവം നിൻ്റെ ദൈവം. ഇപ്പം പിള്ളേരുണ്ടാകുമ്പോൾ അവർ വളരുന്ന വരെയും അവരുടെ ഇഷ്ടത്തിൽ വരട്ടെ, അവർ ഇതൊക്കെ മോളെ പറയുമെന്നല്ലാതെ അവർ ഒന്നീ പെണ്ണിൻ്റെ മതമാകും, അല്ലെങ്കിൽ ചെറുക്കൻ്റെ മതമാകും. കൂടുതലും ചെറുക്കൻ്റെ മതമാകാനാണ് സാധ്യത, പ്രത്യേക ചില മതങ്ങളിലൊക്കെ. എനിവേ, ദൈവം മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താ കാര്യം ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം വിവാഹം ക്രിസ്തുവും സഭയും തമ്മിലുള്ള എന്താ ബന്ധമാണ്. അതിൻ്റെ നിഴലാണിത്. അല്ല കുഞ്ഞുകളിയല്ല കല്യാണം. നമുക്ക് കല്യാണം ഒരിക്കലും എന്തല്ല, കുട്ടിക്കളിയല്ല. എന്നിട്ട് ഇവർക്ക് ബലി കഴിച്ചു. ചുരുക്കത്തിൽ ദൈവം പറഞ്ഞു, നീ പണിത ആലയമൊന്നും എനിക്ക് വിഷയമല്ല, ഇതിൻ്റെ സാന്നിധ്യവും ഇത്രയും സ്വർണ്ണവും എല്ലാം പണിതില്ലേ, ഇതെല്ലാം നിൽക്കും ഒറ്റ കാലത്തോളം. ഞാൻ എന്നെ സേവിച്ച് സ്നേഹിച്ച് തീഷ്ണതയായ ദൈവത്തെ സേവിച്ചു കൊണ്ട് നിന്നാൽ ഇത് നിൽക്കും. ഇത്രയും വലിയ പേടകമാണ്. യോർദാനെ പിളർത്തിയ പേടകം, എരിഹോവിനെ തകർത്ത പേടകം. ആലയം പണിതു, അതിനകത്ത് വെച്ചു. 20 വർഷം കൊണ്ട് പണിതു. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി? ഇസ്രായേൽ രണ്ടായിട്ട് പിരിഞ്ഞു. ശലോമോൻ്റെ ശേഷം യഹൂദ എന്നും ഇസ്രായേൽ എന്നും പിരിഞ്ഞു. ഒടുവിൽ ബാബേൽ സാമ്രാജ്യം വന്ന് ഈ രാജ്യം ആക്രമിച്ചു. BC 587 അങ്ങനെ ആക്രമിച്ച് നശിപ്പിച്ചു. ഇവിടുത്തെ ദേവാലയം മുഴുവൻ എടുത്തുകൊണ്ട്, ആലയത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇത് യെരമ്യാ പ്രവചിക്കുന്നുണ്ട്. 70 വർഷം ആലയം തകർത്തു. വീണ്ടും പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ സമയത്ത്, കോരേശിൻ്റെ സമയത്ത് ആലയം പുതുക്കി പണിതു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുകൊണ്ടാണ് 126 5-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, 6 യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. 70 വർഷത്തിൻ്റെ ശേഷം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് കോരശിനെ അയച്ച് മടക്കി വരുത്തിച്ചു. എന്നാൽ വീണ്ടും ഇവർ പാപം ചെയ്തു, അന്യദേവരെ സേവിച്ചു. വീണ്ടും AD 70 ടൈറസ് ആലയം തകർത്തു. ഞാൻ പറഞ്ഞു വരുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് യെരുശലേമിൽ
എന്തില്ല? ആലയില്ല. ആ ആല ഇരിക്കുന്നിടത്ത് അന്ന് വിശ്വസിക്കപ്പെടുന്നു മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ദേവാലയമായ ഡോം ഓഫ് ദ റോക്ക് അവിടെ ഉണ്ട്. യഹൂദന് അതിൻ്റെ അടുത്തുള്ള ഒരു മതിൽ വരെ പോകാം. ആ മതിലിങ്ക പോയിട്ട് അവർ തലയിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവിടെ വരെ പോകാനേ ഒക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് ആ മുസ്ലിങ്ങളല്ലാത്തവർക്ക് എന്തില്ല? പ്രവേശനമില്ല. ഇതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇന്ന് എന്തില്ല അവിടെ? ദേവാലയം ഇല്ല. ഉണ്ടോ? ഇല്ല. 2, ഈ വാഗ്ദത്ത പേടകം എന്ത് ചെയ്യും? എക്സ്കവേഷൻ ചെയ്തെടുത്തെന്നും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടെന്നും ഒക്കെ പറയുന്നതല്ലാതെ കൃത്യമായ കാര്യങ്ങൾ എനിക്കറിയില്ല. കൃത്യമായ ഒരു കാര്യം ഈ പേടകത്തെക്കുറിച്ചില്ല. ഏതായാലും ദേവാലയം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇത് എത്യോപ്യയ്ക്ക് കൊണ്ടുപോയെന്ന് പറയുന്നു. ഒരു ദേവാലയത്തിനകത്തുണ്ടെന്ന് പറയുന്നു. എനിവേ നമുക്കിതിനെപ്പറ്റി കൃത്യമായ അറിവുകളില്ല. ഇനി കൃത്യമായ അറിവുണ്ടാകണമെങ്കിൽ ഈ ദേവാലയം ഇരിക്കുന്നിടം എക്സ്കവേഷൻ ചെയ്യണം. അത് ഏതാ? മുസ്ലിം ദേവാലയം ഇരിക്കുന്നിടം. അതൊക്കുമോ? ഒക്കത്തില്ല. ഏതായാലും ഇത്രയും വലിയ പെട്ടകം എന്ത് ചെയ്യും? ആലയം എന്ത് ചെയ്യും? ശ്രദ്ധിച്ചേ, ആലയം എന്ത് ചെയ്യും? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇത് പോയേ? ഇത്രയും കഷ്ടപ്പെട്ട് പണിത ഒരാലയം എന്തുകൊണ്ട് പോയി? ഒറ്റ കാര്യമുള്ളൂ, ദൈവസാന്നിധ്യത്തിൽ നിന്നില്ല. എന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഞാൻ വളർന്നപ്പോൾ ഞങ്ങളെ രാവിലെ വിളിച്ചുണർത്തിയിരുന്നത് ഒരു പെന്തക്കോസ് ദേവാലയത്തിലെ രാവിലത്തെ പ്രാർത്ഥനയാണ്. രാവിലെ 5 മണിയാകുമ്പോൾ അപ്പുറത്ത് ആ ദേവാലയത്തിൽ പ്രാർത്ഥന വരും. ആ പ്രാർത്ഥന കഴിയുമ്പോൾ വേദോത്സവത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് ചെറിയൊരു പ്രഭാഷണം, ഒരു പ്രാർത്ഥന, ഒരു 15 മിനിറ്റ്. നല്ല രസമായിരുന്നു കേൾക്കാൻ. പക്ഷേ അടുത്തൊരു തലമുറ വന്നപ്പോൾ ആദ്യം ചെയ്തത് അവരാലയം പിരിച്ചു വിട്ടു. നാളെ മുതൽ ഇവിടെ എന്തില്ല? ആരാധന ഇല്ല. ഇന്ന് അവിടെ ഞങ്ങളെ ഉണർത്താൻ ഈ പാട്ടില്ല. അതിനടുത്ത് ഒരാലയമുണ്ട്. റാന്നിയിലെ ആദ്യത്തെ ആലയങ്ങളൊന്നായിരുന്നു. അവിടെ ഇന്ന് വിറക് ഗോഡൗണായി. മുസ്ലിം സഹോദരന്മാരത് മേടിച്ച് അവരുടെ ഗോഡൗൺ ആക്രി പറക്കിയിട്ടേക്കുക. അവിടെ നിന്ന് ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ വലിയൊരു സഭയുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് അതുവഴി വരുമ്പോൾ രാത്രി നായ്ക്കൾ കയറി കിടപ്പുണ്ട് അതിനകത്ത് തകർന്ന്. ഇതൊരു വലിയ കാഴ്ചയാണ്. ഞാൻ അടുത്തിടയ്ക്ക് ഓസ്ട്രേലിയയ്ക്ക് പോയി. സിഡ്നി ചെന്നപ്പോൾ എനിക്കൊരു വലിയ ഭാരം, ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയുള്ള കുറേ ചെറുപ്പക്കാർ സഹോദരന്മാർ പറഞ്ഞു, പാസ്റ്ററെ ഈ ഭാരം ദൈവം തന്നു, നമുക്ക് പോവാം. എന്നെ കൊണ്ടുപോയി സിഡ്നി രാത്രി ഒരാലയത്തിന് മുമ്പിൽ കൊണ്ടുപോയി. 1800കളുടെ അവസാനം പണിത ഒരാലയം. ആസ്ട്രേലിയയുടെ ചരിത്രമുള്ള ഒരാലയം. പക്ഷേ അവിടെ അത് മേടിച്ചിട്ട് ഞായറാഴ്ച മാത്രം ഉള്ള ബിസിനസ്സേ ഉള്ളൂ. എന്താണെന്നറിയാമോ? കുരിശുണ്ട്, പള്ളിയുടെ പേരുണ്ട്. പക്ഷേ ഞായറാഴ്ച രാവിലെ അതിൻ്റെ മദ്ബഹയുണ്ട്, എല്ലാം ഉണ്ട്. ഞായറാഴ്ച രാവിലെ സ്ത്രീകളുടെ അടിവസ്ത്രം വിൽക്കുന്ന കടയാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്ന. ഇതിൻ്റെ അടിയിൽ സ്ത്രീകളുടെ അടിവസ്ത്രത്തിൻ്റെ പരസ്യം ഞായറാഴ്ച. അതിനപ്പുറത്തൊരു ചർച്ചിൽ ചെന്നപ്പോൾ അത് ബാറാ. ഭയങ്കര പഴയ പുരാതനമായ പള്ളി ബാറാ. ഒത്തിരി ചർച്ചുകൾ ബാറായി, ഒത്തിരി ചർച്ചുകൾ മോസ്കുകളായി. എന്താ കാര്യം? ദൈവസാന്നിധ്യമൊക്കെ ഉണ്ടായി, പക്ഷേ എന്ത് ചെയ്യാൻ ഒത്തില്ല, നടക്കാൻ ഒത്തില്ല. ഭയങ്കര ഭയക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, കർത്താവേ ഞങ്ങൾ മരിച്ചാലും സാന്നിധ്യം മരിക്കരുത്. നിങ്ങളൊക്കെ ഗൗരവമായിട്ട് കേൾക്കണം. ഇപ്പം ഞങ്ങളുടെ ചർച്ച 57 വർഷമായി. ഏതായാലും 3 തലമുറ അത് കൊണ്ടുനടന്നു. ഇന്നെൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭാരവും വെല്ലുവിളിയും, കർത്താവെ ഇത് ബുദ്ധി കൊണ്ടു നടക്കാൻ ഒക്കത്തില്ല.
അഡ്മിനിസ്ട്രേഷൻ പവർ കൊണ്ടൊന്നും സഭ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അതിനാവശ്യം ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യമാണ്. ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നിടത്താണ് ഭയങ്കര അടികളുണ്ടാകുന്നത്. എന്നാന്ന് പറഞ്ഞാലും സഭയാണ്, കത്തോലിക്ക സഭയും, അവിടെയും പ്രശ്നങ്ങളാണ്. ഇന്ന് എറണാകുളത്ത് എങ്ങോട്ട് തിരിഞ്ഞ് വേണം കുർബാന നടത്താൻ? എങ്ങോട്ട് തിരിഞ്ഞ് നടത്തിയാൽ എന്താ? ജനോത്ഭവമായിട്ട് നടത്തിയാൽ എന്താ? തിരിഞ്ഞ് നടത്തിയാൽ എന്താ? നടത്തിയാൽ പോരെ? എന്ത് പ്രശ്നങ്ങളാണ്! ഇതെല്ലാം കാണുമ്പോൾ ഓർത്തോണം, ഒരു തലമുറ കരഞ്ഞു പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? ഈ സാന്നിധ്യം നഷ്ടപ്പെടരുത്. മക്കളെ, ഇത്രയും വലിയ ആലയം ഇന്നുണ്ടോ? പെട്ടകം എവിടാണെന്നറിയാമോ? നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഇന്ന് ആലയം നമ്മളാണ്, സാന്നിധ്യം നമ്മുടെ ഉള്ളിലാണ്, എല്ലാം സത്യ. പക്ഷേ ഇത്രയും എന്ത് ചെയ്ത്? ഒറ്റ കാര്യം, ശലോമോൻ ഇതെല്ലാം ചെയ്തിട്ട് ജീവിതത്തിൽ വന്ന ഒറ്റ തെറ്റിൽ അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതാണ്. അവൻ ഓർത്തു കുറേ പെണ്ണുങ്ങളെ കെട്ടിയാൽ അത്രയും സമാധാനം ഉണ്ടാകും. അത്രേ ചിന്തിച്ചുള്ളൂ. അത്രയും ബിസിനസ്സുകളുണ്ടാകും. ഇത്രയും ക്ഷേത്രമൊക്കെ പണിയുമ്പം വലിയ പേര് കിട്ടും. എന്താണ്? വിശാല ഹൃദയൻ. വിശാല ഹൃദയനായ ശലോമോൻ, എല്ലാ മതങ്ങളെയും സംശീകരിച്ച വലിയ നേതാവ്. ഇത്രയൊക്കെ ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇവനൂടെ പോയി അതിനടുത്ത് ബലി കഴിക്കേണ്ടി വന്നപ്പോൾ തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങ് പോയി. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞങ്ങളുടെ സാന്നിധ്യം പോകരുത്. ആമേൻ. സാന്നിധ്യം പോകരുത്. ഞാൻ വളരെ ശാന്തമായി പറയായിരുന്നു, മനഃപൂർവ്വമായിട്ട് പറഞ്ഞ സാന്നിധ്യം പോകരുത്. ഈ സാന്നിധ്യം ചുമക്കാൻ ഒറ്റ കാര്യമുള്ളൂ. അടുത്ത തലമുറ ഈ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ ശേഷം എന്താകും? ഏറ്റവും വലിയ ആഗ്രഹവും കരച്ചിലും ഇതായിരിക്കണം. എനിക്കിപ്പോൾ 50 വയസ്സായി. 75 എൻ്റെ അപ്പം മരിച്ചു. ഞാൻ കണക്ക് കൂട്ടുമ്പോൾ എനിക്കൊരു 20 വർഷം കൂടെ, അല്ല 25 വർഷം കൂടെ നമുക്ക് എത്ര നാൾ ആരോഗ്യം കാണും? അടുത്ത തലമുറ ഇത് കൈമാറിയെടുത്തില്ലെങ്കിൽ, ഞാൻ 20 വർഷം കൊണ്ട് ഹോൾ പോണത് ഇന്നും തീർന്നിട്ടില്ല. എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഏതാണ്ട് 20 വർഷം ഞാനും എടുത്തു, ഇപ്പോഴും തീർന്നിട്ടില്ല. ഉരുകിയും ഉടഞ്ഞും കടം മേടിച്ചും വീട്ടിയും ഉണ്ണാതെയും നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുമൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് ഇത്രയൊക്കെ ആക്കി. തമ്പുരാനെ, അടുത്തൊരു തലമുറ ഈ സാന്നിധ്യം വഹിച്ചില്ലെങ്കിൽ എന്നെ അത് ഭയപ്പെടുത്തുകയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, ഈ ചെറുപ്പക്കാരെല്ലാം ഈ സാന്നിധ്യം വഹിക്കണം. വേറെ ഒരു വഴി ഇതിൻ്റെ പിന്നിലില്ല. എല്ലാ കുഞ്ഞുങ്ങളും മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച്, സകല കുഞ്ഞുങ്ങളും, പ്രായമുള്ളവരെല്ലാം ഇച്ചിരി പുറമോട്ട് ഇറങ്ങി ഇന്നാലും കുഴപ്പമൊന്നുമില്ല. ചെറുപ്പക്കാരും മുഴുവൻ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. ഒരു 25-30 വയസ്സിൽ താഴെയുള്ള സകല എണ്ണം മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ. സകല ചെറുപ്പക്കാർ ഒരു 25-30 വയസ്സിൽ കുഞ്ഞുകളിക്കരുത്. സീരിയസ് ആയിട്ട് നിങ്ങളാണ് ഇവിടുത്തെ വലിയൊരു സംഭവമാണിത്. ഓണത്തിൻ്റെ അവധിയാണ്. പക്ഷെ പിള്ളേരെന്ത് ചെയ്യും? ചെറുപ്പക്കാരെന്ത് ചെയ്യും? ദിസ് ഈസ് ദ റിയൽ ഫാക്റ്റ്. ഓണത്തിൻ്റെ അവധിയല്ലേ? വലിയ ഗൗരവമേറി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് വഹിച്ചേ ഒക്കത്തുള്ളൂ. സകല കുഞ്ഞുങ്ങളും ഉള്ളവരെല്ലാം ഫ്രണ്ടിൽ വന്നിരുന്നേ, ചെറുപ്പക്കാരായിട്ടുള്ള സകല മക്കളും ഒരു 30 വയസ്സിൽ താഴെയുള്ള മുഴുവൻ പേരും ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു 30 വയസ്സിൽ താഴെയുള്ള സകലരും ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. ബാക്കി എല്ലാവരും ഇച്ചിരി ബാക്കിലോട്ട് അവർക്ക് വേണ്ടി മാറിക്കൊടുക്കണം. ഇന്ന് നിങ്ങൾ പറയും പോകരുത്. ആൺകുഞ്ഞുങ്ങളെ 30 വയസ്സിൽ താഴെ, അതിനകത്തൊന്നും നിങ്ങളുടെ പ്രായം നിങ്ങൾക്കറിയാം. 30 വയസ്സിൽ താഴെയുള്ള മുഴുവൻ മക്കളും ഫ്രണ്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞേ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഫെബിൻ ഉൾപ്പെടെ വന്നേ മോനെ മക്കളെ, നിങ്ങളിത് ചുമന്നില്ല, ഇത് ആരാ ചുമക്കുക? പാഷക്ക് എത്ര വയസ്സായി? 43 വയസ്സായി. അതിനകത്തൊരു ഇപ്പം എത്ര വർഷമായി ഇവിടെ? 25 വർഷം. അതായത് നല്ല പ്രായത്തിൽ ഈ മനുഷ്യൻ അധ്വാനിച്ചതാണ്. 25 വർഷം എന്ന് പറയുന്നത് കാൽ നൂറ്റാണ്ടാ. 25 വയസ്സിനും വർഷം മുമ്പ് അദ്ദേഹത്തിന് എത്ര വയസ്സ് കാണും? 18. 19ാമത്തെ വയസ്സിൽ ഈ പ്രവർത്തനം തുടങ്ങിയ ഇവിടം വരെ കൊണ്ടെത്തിച്ച്
ഇനി നിങ്ങളാണ്, നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ ഈ ദൈവദാസൻ പറയാൻ കഴിയണം. ഒറ്റ സന്തോഷമാണ്. സാന്നിധ്യം വഹിക്കുന്ന കുറെ പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ ജയിച്ചു. ഇന്ന് രാത്രി കൈമാറ്റം ചെയ്യണേ. നിങ്ങളിരുന്നു, ഞാൻ പറയുമ്പോൾ കയറി വന്നാൽ മതി. സാന്നിധ്യം വഹിക്കുന്ന കുറെ മക്കൾ നമ്മളോട് ഉണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ സാന്നിധ്യം വഹിക്കാൻ തയ്യാറാണോ? സീരിയസ് ആയിട്ട് ചോദിക്കുക. കുഞ്ഞുങ്ങളെ അല്ലിത് ദൈവം തീഷ്ണതയുള്ള ദൈവം. വി കനോട്ട് മിക്സ് വിത്ത് സംതിങ് എൽസ്. ദൈവ സാന്നിധ്യവും അതും കൂടെ മിക്സ് ചെയ്യാൻ ഒക്കത്തില്ല. ശലോമോൻ മിക്സ് ചെയ്ത് കൊണ്ടുപോയി, അടികിട്ടി. സാന്നിധ്യം മിക്സ് ചെയ്യാൻ ഒക്കത്തില്ല. യു കനോട്ട് പ്ലേ വിത്ത് ദാറ്റ്. ഇറ്റ്സ് വെരി സീരിയസ്. ദൈവം തീഷ്ണതയുള്ള ദൈവം. ഇതും അതും കൂടെ ഒക്കില്ല. ഉത്തരത്തിലും കഷത്തിലെ പോകാതെ എടുക്കാൻ ഒക്കത്തില്ല. മൊത്തം കുടഞ്ഞു കളഞ്ഞിട്ട് ഈ സാന്നിധ്യം വഹിക്കാവും. ഈ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുക, മോൻ്റെ പേരെന്നാ? എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ്. സാന്നിധ്യം വഹിക്കാവോ? വഹിക്കാവോ? സീരിയസ് ആയിട്ട് ചോദിക്കുക. ഈ സാന്നിധ്യത്തിൽ കർത്താവിന് കുറേ കുഞ്ഞുങ്ങളെ വേണം. മക്കളെ, ദൈവത്തിന് നിങ്ങളെ വേണം. നിങ്ങളാരും പോയി മിശ്ര വിഭാഗത്തിൽ കൊടുങ്ങരുത്. ആരുടെയെങ്കിലും പുറകെ ഇറങ്ങി പോവല്ലേ. അന്യമതത്തിൽപ്പെട്ടവരെ ഞാനൊരു തീവ്രവാദിയല്ല, വീണ്ടും പറയുന്നു. ഞാൻ സകല മതങ്ങളിലുള്ളവരെ സ്നേഹിക്കുന്നവനാണ്. പക്ഷെ വിവാഹകാര്യത്തിൽ തീഷ്ണമതിയാണ് ദൈവം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ ഈ സാന്നിധ്യം വഹിക്കണം. നിങ്ങളുടെ കൂടെ ദൈവത്തിന് ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളിലേക്ക് ഒരു ദൈവ സാന്നിധ്യം വന്നാൽ അടുത്ത ഒരു തലമുറ ഇത് വഹിക്കണം. പെട്ടകം ചുമക്കണം. ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മോനെ, ഇത്രയും കഷ്ടപ്പെട്ട് പണിത ദേവാലയം ഇന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാക്ഷ്യകൂടാരം പെട്ടകമില്ല. ഒറ്റയാളുടെ തെറ്റാ എന്ന് അതിൻ്റെ അടുത്ത് പോകാനൊക്കത്തില്ല. അതിൻ്റെ ഇപ്പുറത്തിരുന്ന് തലയിടിച്ച് കരഞ്ഞിട്ട് പോവുക. ശലോമോൻ ദൈവസാന്നിധ്യത്തിൽ പോയത് കൊണ്ടാണ്.